I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy to my country and prosperity alone. That's my happiness. തിരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെ SIRന് നിയോഗിക്കരുതെന്ന് സംസ്ഥാന കമ്മീഷൻ. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവം ആക്രമണത്തിന് കാരണം പുകവലിയെന്ന് ചോദ്യം ചെയ്തതെന്ന് മനസ്സിലായി. SSK 92.41 കോടി ലഭിച്ചു. വീണ്ടും ട്രെയിൻ കൂട്ടിയിടി. മത്സ്യബന്ധനത്തിനിടയിൽ മത്സ്യബന്ധന സീസൺ കഴിഞ്ഞു. ഇനി വറുതിക്കാലം. കാട്ടാക്കട സ്കൂൾ ഉപജില്ല കലോത്സവം തുടങ്ങി. സ്കൂളിൽ ജില്ലാതല ജിം ഉദ്ഘാടനം ഇന്ന് മലയൻകീഴിൽ. സ്കൂളിൽ കൃഷിത്തോട്ടം പദ്ധതിക്ക് ഇന്ന് തുടക്കം.
സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് സീറോ മലബാർ സഭാ സംഘം പ്രധാനമന്ത്രിയെ കണ്ടു. സ്പോർട്സ് ഫസ്റ്റ് ബോൾ ഫ്രം കോട്ടയം ലാലൂരിലെ മാണിക്യം. രഞ്ജി കേരളത്തിന് ഇന്നിംഗ്സ് കമ്മീഷൻ വാസസ് സംസ്ഥാന കമ്മീഷൻ ആ വോട്ടോ ഈ വോട്ടോ. പട്ടിക പരിശോധനയിലുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെ ഭാഗികമായി സ്തംഭനത്തിലേക്ക്. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവം. ആക്രമണം പുകവലി ചോദ്യം ചെയ്തതിന്. കേരള എക്സ്പ്രസിൽ നിന്നും പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തിയത് പുകവലി ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണെന്ന് റിമാൻഡ് റിപ്പോർട്ട്. വർക്കലയ്ക്ക് അടുത്ത് വെച്ച് പുകവലിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന അയാളോട് കൂട്ടുകാരി അർച്ചനയും പറഞ്ഞതിനെ തുടർന്നാണ് സംഭവം. 150 കോടി അനുവദിച്ചതിനാൽ 92.41 കോടിയാണ് ലഭിക്കുന്നത്. 165 കോടി ഉടനെ ലഭിക്കുന്നത് ശ്രീ വിവാദം തുടങ്ങി. ബിലാസ്പൂർ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സമീപം മെനു ട്രെയിനിൽ ചരക്കുവണ്ടിയിലേക്ക് ഇടിച്ചു കയറി. 14 പേർക്ക് പരിക്കേറ്റു. കുടുങ്ങിക്കിടക്കുന്ന 2 പേരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. 14 ജില്ലകളിലും സ്കൂളുകളിൽ കൃഷിത്തോട്ടം ഒരുക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 1:30 സെക്രട്ടേറിയറ്റിലെ ചേംബറിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. നമസ്കാരം. ഇന്നത്തെ ചിന്താ വിഷയം പറയാനായി നവീനെ ക്ഷണിക്കുന്നു. Thought of the day. Education is the key to unlock the golden door of freedom. So everybody say new begin. Take a deep breath, smile and start again. സ്പീച്ചിനായി അവൻ സമത്വവും നൽകി. അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങളായിരുന്നു ദൈവനാമസ്മരണം, സത്യമായും നിഷ്കളങ്കമായും തൊഴിൽ ചെയ്യുക, നേടിയവർ പിന്തുടരണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അസംബ്ലി അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി HMനെ ക്ഷണിക്കുന്നു. കുട്ടികളല്ല, ശരിക്കും നമ്മുടെ സ്കൂളിൻ്റെ അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ കൂടെയാണ് ഇവിടുത്തെ. അപ്പോൾ സ്കൂളിനെ അവർ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് അവർ വീണ്ടും എത്തിയത്. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഒരു ടീഷർട്ടും ഒക്കെ വിതരണം ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും അവരെത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം. പിന്നെ ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ശ്രീ കണ്ണൻ ഭജൻ മണ്ഡലി വലിയ ശാലയുടെ സംഘാടകരാണ് ഇവരെല്ലാം. അതിൽ ലക്ഷ്മണൻ സാറ്, റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക്, ശ്രീ മഹാദേവൻ സാറ്, സൂപ്രണ്ട് ജനാർദ്ദനൻ സാർ, SBTയിൽ നിന്ന് റിട്ടയറായ H ലക്ഷ്മണൻ സാറ്, ദുർഗ ശങ്കർ ഫോട്ടോഗ്രാഫി ശങ്കരനാരായൺ സാർ, SBTയിൽ നിന്ന് റിട്ടയറായ പത്മനാഭൻ സാറ്, പിന്നെ നമ്മുടെ ചീഫ് കോർഡിനേറ്ററായ ബാലു സാർ, പിന്നെ നമ്മുടെ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ വലിയ വാർഡ് കൗൺസിലർ ശ്രീ കൃഷ്ണമ്മ സാർ. എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേണ്ടി നമ്മുടെ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ കൃഷ്ണമ്മ സാറിനെ ക്ഷണിച്ചു. ബഹുമാനമുള്ളവർ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അവരെല്ലാം ഈ സ്കൂളിലെ നല്ല പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ഈ സ്കൂളിൻ്റെ മുറ്റത്ത് വന്ന് നിങ്ങളെ സഹായിക്കാനുള്ളൊരു മനസ്സ് തോന്നിയത്. നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നതുകൊണ്ട് മാത്രമാവണം അവരെല്ലാം നല്ല സർക്കാർ ഉദ്യോഗങ്ങൾ നേടി അവരെല്ലാം കുടുംബജീവിതത്തിൽ സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അവർ നല്ല അച്ചടക്കമുള്ള നല്ല വിദ്യാർത്ഥികളായി ഇവിടെ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. അവരെല്ലാം ഇന്ന് റിട്ടയർഡ് ജീവിതം ആസ്വദിക്കുന്നതിന് അവരുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് അവരുടെ റിട്ടയർഡ് ജീവിതം ആസ്വദിക്കുമ്പോൾ അവർ പഠിച്ച വിദ്യാലയത്തെ മറക്കാതെ അവരുടെ പഴയ കുട്ടിക്കാലം ഓർത്തുകൊണ്ട് നിങ്ങളെപ്പോലെ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് അസംബ്ലിയിൽ നിന്നൊക്കെ അവരുടെ ഓർമ്മയിൽ ഇപ്പം വന്നിരിക്കുക. എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാനിവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് അസംബ്ലി നിൽക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വന്നിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നല്ല പ്രായമുള്ള
നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മിടുക്കരായി പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുദിനം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കുട്ടികൾക്ക് കുറേ ഈ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുകയുണ്ടായി. അതിൽ കുറച്ച് കുട്ടികൾക്ക് കിട്ടാതെ വന്നതിൻ്റെ കാരണം ഇവിടുന്ന് കൊടുത്ത അറിയിപ്പ് പ്രകാരമായിരുന്നു അവർ കുറച്ച് കുട്ടികൾ കൊണ്ടുവന്നുള്ളൂ. പിന്നെ നമ്മുടെ HMൻ്റെ അഭ്യർത്ഥന പ്രകാരം കുറച്ച് കുട്ടികൾ കൂടെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് രണ്ടാമത് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു യോഗം നടത്തേണ്ടി വന്നത്. ഇന്ന് അതിപ്പം തരുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ അത് നമ്മുടെ നല്ല പഠനവും നല്ല മിടുക്കരായി മാറാൻ വേണ്ടിയുള്ള അവസരമായി കണ്ടുകൊണ്ട് അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സുദിനത്തിന് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഇത് അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇതിന് കണ്ണൻ ഭജന മഠത്തിന് തന്നെ നേതൃത്വപരമായി നിൽക്കുകയും അതോടൊപ്പം കർമ്മ എന്നൊരു ചാരിറ്ററി ട്രസ്റ്റ് നടത്തി വരുന്ന മഹാദേവ സാർ എൻ്റെ വാർഡിലെ നിരവധി പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ വാർഡിൽ രണ്ട് അംഗനവാടികളാണ് എൻ്റെ വാർഡിലുള്ളത്. ഈ 2 അംഗനവാടികളിലും കുട്ടികൾക്ക് 25ഓളം കുട്ടികൾ വരുന്നതാണ് ഓരോ അംഗനവാടിയിലും. ആ കുട്ടികൾക്ക് ഒരു വർഷത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും സാറ് വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിൽ നല്ല ദിവസങ്ങളെല്ലാം വരുമ്പോൾ സാർ ആ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി സ്കൂളിനെ കൂടെ നമ്മൾ അതിലൊരു ഭാഗമായി മാറ്റിയിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് സാറിവിടെ വരുന്നത്. ഇനിയും തുടർച്ചയായിട്ട് സാറിൻ്റെ സഹായം നമുക്കിവിടെ ലഭിക്കും. പക്ഷേ സാറിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നല്ല അനുസരണയുള്ള മിടുക്കരായ കുട്ടികളായി മാറണമെന്ന് മാത്രമാണ് സാറിൻ്റെ ഒരു കണ്ടീഷൻ. അത് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അംഗനവാടി കുട്ടികളോടും സാറ് നല്ല ഇടപഴകുന്ന ഒരാളാണ്. മഹാദേവ സാറിന് ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട കൗൺസിലർ എൻ്റെ സുഹൃത്ത് കൃഷ്ണകുമാറും കണ്ണൻ ഭജന സദ്യയുമാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിന് മുമ്പിൽ അവിടെ ഒരു ബാറുണ്ടായിരുന്നു. അവിടെ എന്തും ക്ലാസ് വിട്ടാൽ അവിടെ എക്സസൈസ് ചെയ്യുമായിരുന്നു. പിന്നെ അറ്റത്ത് NCC ക്ലാസ്സായിരുന്നു. പിന്നെ ഇപ്പുറത്തെ അങ്ങറ്റത്താണ് ഞാൻ പഠിച്ച 5, 6, 7 ക്ലാസ്. ഇപ്പം സാറുമാരെ ഓർക്കുകയാണ്, അവരുടെ പേര് ഓർക്കുകയാണ്. ബോധൻറാമിയർ, രാജലക്ഷ്മി, ആറുമോൻ സാർ, മാണിക്യ സാർ, ഈ എല്ലാ സാറിയും 65 കൊല്ലത്തിന് മുമ്പ് എന്നെ പഠിപ്പിച്ച് സാറെ പറഞ്ഞു. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സ്കൂളിൽ 2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, വലിയ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ കട്ടടം നോക്കിയാണ് തീർച്ചയായിട്ടും ഈ പിന്നെ ഈ കുട്ടികളോട് വസ്ത്രങ്ങൾ, ഫുട്ബോൾ കളിക്കുന്ന വസ്ത്രങ്ങളൊക്കെ തരുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ കണ്ണു മുടച്ചാൽ സംസാരിക്കും. എനിക്ക് കുട്ടികളോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കാറ് ഇല്ലേ, മൊബൈൽ. ദയവ് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് മൊബൈൽ ഉണ്ടെങ്കിൽ പാക്കറ്റിന് വെച്ചിട്ട് ഈ ബാഗിന് വെച്ചിട്ട് ഇവിടെ വരിക. നടക്കുമ്പോഴും സ്കൂട്ടറിൽ വരുമ്പോഴും മൊബൈൽ ഉപയോഗിക്കരുത്, അത് വലിയ അപകട കാര്യമെങ്കിലും വളരെയേറെ നമ്മുടെ വലിയശാലയിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുടെ അറിവിലേക്ക് ഇന്ന് തന്നെ ഞാൻ പറയും, നാളത്തെ പത്രവാർത്ത ആകാൻ വേണ്ടി. നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ചാർജ് എടുത്ത് 5 കൊല്ലമേ ആകാൻ പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും ഏറ്റവും വലിയ കാര്യം ഇന്നലെ വൈകുന്നേരം ചെയ്ത കാര്യമാണ്. സാറ് പറയുന്ന വിചാരിച്ച് സാർ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയ്ക്കുള്ള വേണ്ടി ഈ വരും തലമുറയിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്നത് വലിയശാല കാന്തൂർ മഹാദേവേശ്വരി ക്ഷേത്രം ഗ്രേഡ് 3rd റാങ്ക് അഖിൽ ലക്ഷ്മി ആര്യലക്ഷ്മി. അതെ, സിംഗിൾ പ്രോജക്റ്റ് A ഗ്രേഡ്. ആദിത്യ, ഇവിടെ നോക്ക്. ആദിരാജ്, വിതരണം ചെയ്യാൻ ബഹുമാനപ്പെട്ട HM पंजाब सिंध गुजरात मराठा द्राविड़ उत्कल
यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जाहे तव शुभ आशीष मागे गाहे तव जय गादा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे
良朋同成就我過去。我日日謹記有過誰和誰，從來無如果。別問為什麼，跌過痛過翻身衝過天關闖破，長懷無名火，落敗便是錯，志氣勇氣一身朝氣且高過。
परस्मै नारायणायेति समर्पयामि।
മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സിദ്ധികൾ പൂത്താൽ, സൗവർണ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സുരഭിയ ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാവട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിലങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെ